ആറ് മണിക്ക് ലൈവ് പോകുന്ന ഞാൻ. ഹലോ ഗൈസ്, അസമയത്ത് ഒരു ലൈവാണ്. എൻ്റെ മോൻ എന്നെ കളിയാക്കിയാണ്. ഏതോ ഒരു പാട്ടപ്പടം കണ്ടിട്ടിരുന്ന് കരഞ്ഞു എന്നാണ് അവൻ്റെ ഒരു അഭിപ്രായം. ബട്ട് ഞാൻ കണ്ട സിനിമയുടെ ആ വിഷ്വൽസ് അത് എൻ്റെ സീരിയസ്ലി ഞാൻ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഒരു സിനിമ കണ്ട് കരയണം എന്ന് എനിക്ക് തോന്നിയ ലജ്ജ ആണ് ഞാൻ ലാസ്റ്റ് കണ്ടിട്ട് കുറച്ച് കണ്ണൊന്ന് നിറഞ്ഞ സിനിമ. അതിനുശേഷം എനിക്ക് കരയാൻ തോന്നിയ ഒരേ ഒരു സിനിമ അത് നേര് തന്നെയാണ്. മേ ബി ഇനി സെക്കൻഡ് ടൈം കാണുമ്പോൾ എനിക്ക് അതിനകത്തോടൊരു ഇതുണ്ടാകത്തില്ല. പക്ഷേ സച്ച് എ ഗ്രേറ്റ് സ്റ്റോറിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പേരെ പറയുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് ചെറിയതായി ചുരുക്കി സ്റ്റോറി ഒന്ന് പറഞ്ഞു തരാം. ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വിഷയത്തിനെ കുറച്ച് ജിത്തു കളിയാക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ജിത്തു ജോസഫാണ് അതിൻ്റെ ആൾ. അപ്പോൾ ഈ സിനിമയുടെ സംവിധായകനായിരുന്നാലും അതിൻ്റെ ഈനോ ആളിൻ ടോട്ടൽ എല്ലാം കൊള്ളാം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല, പക്ഷേ എനിക്ക് ആ സബ്ജക്റ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ ക്ലൈമാക്സ് ചാൻസേ ഇല്ല, സൂപ്പർ. എല്ലാത്തിനും ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇട്ടിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ വേണ്ടത് ആ സാധനം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കത് വരുന്നില്ലല്ലേ വെറും. സീരിയസ്ലി ഭയങ്കര സിനിമ, സൂപ്പർ സിനിമ. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ മെസ്സേജ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. വാസ്തവത്തിൽ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട് അതിനകത്ത്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയാണ്. കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടി വീട്ടിൽ തനിച്ചാക്കപ്പെടുന്നു. അത് പർപ്പസിലേ അല്ല, അങ്ങനെ ഒരു ഇത് വരുന്നു. അത് നേരത്തെ കൂട്ടി മനസ്സിലാക്കിയ ഈ ക്രിമിനൽ പുള്ളിക്കാരൻ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്ന ബ്രൂട്ടാലിറ്റി ഒന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റേപ്പ് നടക്കും എന്നൊരു ഇത് മനസ്സിലായപ്പോൾ അവൾ അതിന് സമ്മതം കൊടുക്കുകയാണ്. കൺസെൻ്റ് എന്നല്ല പറയുക, അടി കൂടിയിട്ട് കാര്യമില്ല, ഗോയിങ് ടു ലൂസ് ഹെർ ലൈഫ്, സോ ബെറ്റർ അതായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആ ടൈമിലേക്ക് എത്തുകയാണ് പോകുന്നതിന്. അതായത് അവനും അത് ടാർഗറ്റഡ് ആണ്. മുകളിലേക്ക് കയറി ഈ വീടിൻ്റെ മുകൾ ഭാഗം വഴിയാണ് അകത്തേക്ക് കയറുന്നത്. എവിടെയും ഒരു ഫിംഗർ പ്രിൻ്റ് പോലും വരാതിരിക്കാൻ നന്നായി ശ്രദ്ധിച്ച് ഫുള്ളി എങ്ങനെയാ പറയുക, നല്ല പ്രിപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. ഹായ് യു സോ ക്യൂട്ട്, ഓക്കെ, നല്ല കാര്യം, താങ്ക് യു. നല്ല പ്രിപ്പറേഷനോടും കൂടി പുള്ളിക്കാരൻ മതിലൊക്കെ ചാടി വന്ന് ആള് ഓക്കെയാണ്. അതേപോലെ തന്നെ കോണ്ടം ഉപയോഗിച്ചിരുന്നു, അപ്പോൾ സെമൻ കിട്ടത്തില്ല. പിന്നെ ഒബിയസ്ലി ഫസ്റ്റ് ടൈം ഇതായതുകൊണ്ട് മാത്രം വജൈനൽ പാർട്ടിൽ ഒരു ചെറിയ ഇഞ്ചുറി മാത്രമേ ഉള്ളൂ. അതൊരു റേപ്പിൻ്റെ ഇതായിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ നല്ല പ്ലാനിഡ് ആക്കി വെച്ച് ചെയ്ത ഒരു ക്രൈം. ഓക്കെ, ട്രാൻസ്മിഷൻ ഈസ് അൺസ്റ്റേബിൾ എന്ന് കാണിക്കുന്നത്. വൈ? അപ്പോൾ അങ്ങനെ അത്രയും പ്ലാനഡായി ചെയ്ത ഒരു റേപ്പ്. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു, തെളിവെടുപ്പ് എല്ലാമായി ഈ ചെയ്ത ആളെ കൈയോടെ പൊക്കുന്നു, കിട്ടുന്നുണ്ട്. അതൊരു കുറച്ച് അത്യാവശ്യം പണക്കാരനാണ്, അത്യാവശ്യമില്ലാത്ത കുറച്ച് കൂടുതൽ പണക്കാരനാണ്. അവൻ ഇതുപോലെ തന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അവൻ്റെ സ്ഥിര പരിപാടിയാണ്. കുറച്ച് പൈസയൊക്കെ ആകുമ്പം സാധാരണ വലിയ കുടുംബത്തിലെ പയ്യന്മാർ കാണിക്കുന്ന സ്ഥിരം കുൽസിതം, പക്ഷെ ബോൺ ക്രിമിനലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്തൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നത്. ഈ പെൺകുട്ടിയുടെ അപ്പൻ രണ്ടാനച്ഛനാണ്. ആദ്യത്തെ അച്ഛൻ മരണപ്പെട്ടു, സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തതുണ്ടായിരുന്നു. ഈ രണ്ടാനച്ഛന് ആദ്യ ഭാര്യയും അതിൽ 2 മക്കളും ആൺമക്കളുമുണ്ട്. ആ 2 ആൺമക്കളെ പോയി പിടിക്കുന്നു, അവരെ കൊണ്ട് അപ്പനോട് പറയിപ്പിക്കുന്നു. മീൻസ് ഒരുപാട് രീതിയിൽ പ്രഷർ കൊടുത്ത് ഈ കേസിൽ നിന്ന് പിൻവാങ്ങാൻ ഇവരൊരു ശ്രമം നടത്തുന്നു. ഇതൊക്കെ തന്നെ ഫ്ലോപ്പ് ആകുകയാണ് ചെയ്യുന്നത്. ഈ ബാക്കിയൊക്കെ നിങ്ങൾ പോയി കണ്ടാൽ മതി. ഇതിനെ എതിർത്ത് ഒരുപാട് കാലം അടിച്ച് താക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് പോയി കണ്ടതാണ് നമ്മുടെ മോഹൻലാൽ അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നുള്ളത് ശരിയാണ്. ഓക്കെ, അതിൻ്റെ കാരണം പുള്ളി ഒരു ഫേക്ക് വിറ്റ്നസ്സിനെ കൊണ്ടുവരികയും ഫേക്ക് എന്തോ ഒരെണ്ണം കൊണ്ടുവന്ന് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഈ കോട്ടിട്ട ഇതായതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന് കണ്ടത്. മിക്കവാറും എനിക്ക് ഈ വക്കീൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനതിരുന്ന് കണ്ടത്. അത് എനിക്ക് ഒട്ടും മോശമായി തോന്നിയില്ല. ഒരുപാട് സെക്ഷൻസ്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇത് സൂപ്പർ. ജിത്തു ജോസഫ് നല്ല മെനക്കെട്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യരിലേക്ക് അത് എത്തുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും പോയി കാണണം.
മോഹൻലാലിൻ്റെ ഒരു സിനിമ കാണണമെന്ന് ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. സീരിയസ്ലി മോഹൻലാലിൻ്റെ ഒരു പേക്കൂത്തുമില്ലാതെ നല്ല സീരിയസ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്: ഈ പെൺകുട്ടിയെ കോടതിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് മോഹം കവർ ചെയ്തിട്ടാണ് പെൺകുട്ടിയെ കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വിധി നിർണ്ണയിക്കപ്പെട്ടിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് കണ്ണ് കാണില്ല കുട്ടിക്ക്, പക്ഷെ എന്നാലും അതിൻ്റെ മുഖം മറയ്ക്കാതെ അത് ഇറങ്ങി വരാൻ കാണിക്കുന്ന ഒരു തൻ്റെ ഇടമുണ്ടല്ല, ഗൂസ് വംസ്, സൂപ്പർ. അതെ, റേപ്പ് ചെയ്തവന് മുഖം കാണിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ട പെണ്ണെന്തിന് മുഖം മറയ്ക്കണം? എന്താണ് ഈ പറയുന്ന അതിജീവത? എന്താ പേരില്ലേ, അതിജീവതയോ? എന്താ അതിജീവത? സത്യത്തിൽ ആ പെൺകുട്ടി കൃത്യമായി അത് ജിത്തു ജോസഫ് അത് കൃത്യമായി കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് കുട്ടിയെ മുഖം മറയ്ക്കാതെ കിട്ടിയപ്പോൾ തന്നെ ക്യാമറാമാൻ ക്യാമറ പൊക്കുമ്പോൾ മറ്റൊരു സഹപ്രവർത്തക ക്യാമറ പിടിച്ച് താഴ്ത്തുന്ന ഒരു ടൈമുണ്ടല്ലോ, അതും മാസ്. പക്ഷെ ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഷുഡ് ഷോ ഹർ ഫേസ് ടു ദ പബ്ലിക്. അങ്ങനെ ഒരു റേപ്പ് വിക്ടിം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചാൽ എന്താണ് കുഴപ്പം? എന്താ പ്രോബ്ലം? പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞും മറ്റുമൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്നവരോട് ഒരു തിരിച്ചൊരു ചോദ്യം: അവരെ അങ്ങനെ ആക്കുന്നതിലെ പങ്കാർക്കാണ്? ഒരു പെണ്ണ് 4 പേരാൽ ആക്രമിക്കപ്പെട്ട ആ പെണ്ണ് ആ ടേമിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പെണ്ണിനെ ഒതുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ത്വരയുണ്ടല്ലോ. എവിടെയാണ് നീതിയുള്ളത്? എവിടെയാണ് ഈ ന്യായം? എനിക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ആൻഡ് ദ സെയിം തിങ്, ആ പെൺകുട്ടിയെ ഇകഴ്ത്താൻ വേണ്ടി ആ കുട്ടിയുടെ അമ്മയെ കളിയാക്കുന്നുണ്ട്. പക്ഷെ അത് ട്രൂ ഫാക്റ്റാണ്. അതിലെനിക്ക് സത്യത്തിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്കത് ഭയങ്കര സന്തോഷമായി തോന്നി. ഞാൻ റസീനയുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് അത്. ഒരു സിനിമയാണത്. ആ നേര് എന്ന സിനിമ കണ്ടാൽ റസീനയ്ക്ക് കുറച്ച് കാര്യം മനസ്സിലാകും. എന്താണ് ഞാൻ പറഞ്ഞത്? മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് ജീവിച്ചാൽ അതിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ അതിൽ ഈ ആദ്യ ഭർത്താവിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അപമാനം ഉണ്ടാകുമെന്ന ടേം ജിത്തു ജോസഫ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനകത്ത്. അത് വളരെ അക്സെപ്റ്റൻസ് ഉള്ളൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ആൾ ഇൻ ടോട്ടൽ. അതിനു മുമ്പ് ഗണേശൻ വന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു ഇതുണ്ട്. ചിലപ്പോൾ ഇത് പഴയ സിനിമയായിരിക്കാം, ഞാനിപ്പോഴാണ് കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗണേശ് പറഞ്ഞിട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. ഏകദേശം നമ്മുടെയൊക്കെ ഒരു ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ ഏകദേശം അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. ആ കമൻറ്റ് ഇതായിരുന്നു: ഇത് നേരിൻ്റെ വിജയമാണ്, ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഓഫ് കോഴ്സ് നന്മ നിറഞ്ഞവരെല്ലാം കൂട്ടായ്മയെ എടുക്കുമ്പോൾ ആ കൂട്ടായ്മയ്ക്ക് ഒരു വിജയമുണ്ടാകും. നമ്മൾ നേരിനൊപ്പം നിൽക്കണം, നന്മയ്ക്കൊപ്പം നിൽക്കണം. കളവിനും കള്ളത്തരത്തിനുമല്ല കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. അതൊരു കൂട്ടായ്മയുടെ വിജയമാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ട് എനിക്കത് ഗൂസ് വംസ് ആയിരുന്നു. സീരിയസ്ലി ഭയങ്കര സൂപ്പർ. ഞാൻ ആ തിയേറ്ററിൽ കയറുന്ന ഇന്ന് കൈ അടിച്ച് തകർത്തിട്ടുണ്ടാവുമായിരുന്നു. സ്ത്രീകളുടെ ഡ്രസ്സിങ് റേപ്പ് വെറുതെ മോനെ, നിന്റെ അമ്മയുടെ തുണി മാറി കിടന്നാ നീ കയറി ചെയ്യൂടാ? എടാ അല്ല ലവലാതി സുഹയില്ലേ, അതങ്ങനെയാണ് ഞട്ട് മുറിച്ച് കളഞ്ഞതല്ലേ? ഞട്ട് മുറിയുമ്പോ തൊട്ട് തുടങ്ങുന്ന ഇളവല്ലേ നിനക്ക്? നിന്റെ തള്ളയുടെ തുണിയൊന്നും മാറിക്കിടന്ന നീ കയറി ചെയ്യൂടാ? തുണിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാൽ നീ അങ്ങനെ കയറി ചെയ്യൂ? തളർന്നു വീണ് കിടക്കുന്ന തള്ളയെ ശുശ്രൂഷിക്കണമെന്നൊരവസ്ഥ തോന്നാൻ നീ അവളെ കയറി ചെയ്യൂടാ? എടാ നിനക്ക് അങ്ങനെയാണ് തോന്നുന്നത്? പൊടി കുട്ടിയെ നിന്റെ മോളെ കാണുമ്പോൾ നിനക്ക് അങ്ങനെ കയറി ചെയ്യാൻ തോന്നുന്നുണ്ട്? അല്ല ലവലാതി, നിനക്ക് റേപ്പ് ചെയ്യണമെങ്കിൽ ഇനി വാടാ, ഞാൻ തയ്യാറായിട്ട് നിൽക്കാം. നീ വാടാ നിനക്ക് നീ മേലെ നീ റേപ്പെന്ന് പാകമേ ചിന്തിക്കത്തില്ല. തൊക്കാളിക്ക് ഉണ്ടായവനെ നീ എല്ലാം മനുഷ്യനാണോടാ? നീ റേപ്പ് ചെയ്യാൻ നീ എൻ്റെ എനിക്ക് എന്തരാ തോന്നിയെന്ന്? മുറിഞ്ഞ സാമാനം കൊണ്ട് കിടക്കുന്നു, തികച്ചൊരു സാമാനം ഇല്ലാത്ത നീ എന്തോന്നും അലത്തൂന്നാടാ നാറി. എനിക്ക് വേറെ കാര്യം പറഞ്ഞിട്ടിരിക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവും, അതുകൊണ്ട് പാറങ്ങി പാ. അല്ലല്ല വരാതെ. നമുക്ക് കഥയിലേക്ക് വരാം. ഇറ്റ്സ് നോട്ട് എ കഥ കേട്ടോ. മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റോറി, ഈ ഒരു പ്രസ്തുത സംഭവത്തിനെ, ഇതിനെ മോശമാക്കാൻ, അല്ലെങ്കിൽ ആ പെൺകുട്ടി പറയുന്നത് കളവാണെന്ന് വരുത്താൻ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വക്കീൽ ശ്രമിക്കുമ്പോൾ, വക്കീലിനൊരു മകളുണ്ട്, അവളും കൂടെ വന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി അത് കൺസേൺ ചെയ്യുന്നത്, സൊസൈറ്റിയാണ് അത് കാണിക്കുന്നത്. സ്ത്രീയെ ചീത്തയാക്കാൻ, അവളെ മോശപ്പെട്ടവളാക്കാൻ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തങ്ങളുടെ കാര്യലാഭത്തിന് വേണ്ടി മറ്റ് സ്ത്രീകളാണെന്നുള്ളതിൻ്റെ തെളിവാണ് നേര് എന്ന സിനിമ. സൂപ്പർ, എല്ലാവരും പോയി കാണണം. ഞാനിത് കണ്ടത് എന്തിലായിരുന്നു കുട്ടു മോനെ? മമ്മി എന്ത് ഇതിനകത്തത് കണ്ടേ? പ്രൈം വീഡിയോ ആണോ? ഹോട്ട്സ്റ്റാർ. ഞാൻ ഹോട്ട്സ്റ്റാറിലാണത് കണ്ടത്. എല്ലാവരും ആ സിനിമ കണ്ടു നോക്കണം. പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാരത് എടുത്തു വെച്ച് കാണണം. നമ്മുടെ കുഞ്ഞിന് അങ്ങനെയൊന്നും സംഭവിച്ചാൽ ബി കാം, ഫേസ് ഇറ്റ്. അത് ജസ്റ്റ് മനുഷ്യൻ്റെ ഒരു പാർട്ടാണ്. ഇറ്റ്സ് ഓൺലി എ പാർട്ട്, ഇറ്റ്സ് നത്തിങ്.
ഞാൻ എപ്പോഴും പറയുന്ന കാര്യം റിപ്പീറ്റഡ്ലി പറയണം. വസ്ത്രം മാറിയ റേപ്പ് ചെയ്യണമെന്ന് തലച്ചോർ ചിതലെടുത്ത ഇത്തരം വൃത്തികെട്ട ജന്മങ്ങളുള്ളപ്പോൾ ഒന്നും പറയാനില്ല. പിടിച്ച് അണ്ടി കളയാൻ ആളില്ലാത്തതുകൊണ്ട് അക്ക തമിഴില കേരള അക്ക നിൻ്റെ പോയേച്ച്. അതായത് തുടകൾക്കും വയറിനും ഇടയിലുള്ള ഒരു ചെറിയ പോർഷൻ മാത്രമാണത്. അതിനകത്തൊരു കമ്പ് കയറിയാൽ ഉടനെ നമ്മൾ സൂയിസൈഡ് ചെയ്യുമോ? പണ്ടത്തെ കാലഘട്ടത്തിൽ ഭയങ്കര അഭിമാന ബോധങ്ങളൊക്കെ ഇങ്ങനെ നിലച്ച് നിൽക്കുമ്പോഴത്തെ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തത് നെക്സ്റ്റ് ഡേ ചത്ത് കളയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ ഉടനെ കൊച്ചുങ്ങളെല്ലാം പറക്കി കെട്ടിയിട്ട് കൂടെ ചാടും, അല്ലെങ്കിൽ തീ എത്തിച്ചിട്ട് കൂടെ ചാടും, അല്ലെങ്കിൽ കയറി തൂങ്ങും. ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്ന മനുഷ്യർക്ക് സത്യം പറഞ്ഞാൽ കൗൺസിലിംഗ് ഇൻഡീഡ് അതുകൊണ്ടൊന്നും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുവെ എല്ലാവരുമായി സഹകരിച്ച് സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ, എല്ലാവരുമായിട്ടൊന്നും ഒരു സഹകരണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലാച്ചാൽ ഇതൊക്കെ ആയിരിക്കും തീരുമാനം. നിങ്ങൾ 1 വട്ടോ 4 വട്ടോ 40 വട്ടോ നീ വെർബൽ റേപ്പോ അല്ലെങ്കിൽ ഫിസിക്കൽ റേപ്പോ ഒക്കെ ഉണ്ടായാൽ പോയി കുളിച്ചിട്ട് ഇറങ്ങി വന്നിരിക്കണം. ചെയ്തവൻ ഇനി മേലൊരാളെ ചെയ്യാതിരിക്കുന്ന തകന്തവണ്ണം അവൻ്റെ സാമാനം കട്ട് ചെയ്തെടുത്ത് കളയാൻ പെണ്ണിന് ധൈര്യം ഉണ്ടാകുന്നിടത്ത് ഈ പ്രോബ്ലംസ് സോൾവ് ആകും. റേപ്പിംഗ് അത് അവന്മാരെ മാത്രം കുത്തകയാണ്. കാരണം ഉദാഹരണം ഉണ്ടായില്ലേ ഇത് നടക്കുള്ളൂ. നമ്മളൊക്കെ വിചാരിച്ചാൽ നടക്കൂലല്ലോ. ഞാൻ വേറൊരു കാര്യമുണ്ട്, കിട്ടിയ അവന്മാരെ സാമാനം കട്ട് ചെയ്ത് കയ്യിലെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് ഹാപ്പനിങ് ഹിയർ, ഐ ആം ഫ്രം ഹൈദരാബാദ്. നീ ഹൈദരാബാദിലേക്ക് എന്നെ പിരിച്ച് വണ്ടി വിട്ടോ എങ്കിപ്പോടാ പ്ലീസ്. ഇനി ഒന്ന് എക്സ്പ്ലെയിൻ ഫ്രണ്ട്സ്. ഇപ്പോൾ ഇവിടെ നിനക്ക് ഫ്രണ്ട് ആരുമില്ല, ബാക്കേ ഉള്ളൂ. 2% പവറേ ഉള്ളൂ. മിക്കവാറും ഇതിപ്പോൾ കട്ടാവും കേട്ടോ. എൻ്റെ ഉണക്ക ലൈവ്. ഞാൻ ഇത്ര നേരം സിനിമ നോക്കിക്കൊണ്ടിരുന്ന ചാർജ് ഇട്ടിട്ടില്ലായിരുന്നു. അയ്യോ മോനെ എൻ്റെ ഇപ്പോൾ തീരുട. അയ്യോ പച്ചോനെ. ചേച്ചി അനീമി കാണുമെന്ന് അതെന്തുവാ എൻ്റെ അപ്പം അന്യാളാ ഇന്ന് ഈ നേരിൻ്റെ ഇത് തീരാൻ ഇനി കുറേ നേരം എടുക്കും. ഇന്ന് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനിരുന്ന് കണ്ടതാണ്. എന്തിന് അബദ്ധപ്പെട്ട് ഇത് കണ്ടു എന്നറിയത്തില്ല സത്യമായിട്ട്. ആ ലാസ്റ്റ് പോർഷൻ കരച്ചിൽ വന്നു, സങ്കടം വന്നു. സത്യമാണത്. ആ പെൺകുട്ടിയെടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവളുടെ ലാസ്റ്റ് ഈ കുട്ടി ആർട്ട് ചെയ്യുന്ന ആളാണ്. ആളുകളെ മുഖം കൈകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആളുകളെ വരയ്ക്കുന്ന ആളാണ്, ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു സംഗതി കോടതി വിശ്വസിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വിധി പ്രസ്താവിക്കുന്നത്. അപ്പം അവളെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കാനായിട്ട് പറയും. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വക്കീലിൻ്റെ ഫേസ് തന്നെ കൊടുക്കും. അപ്പോൾ വക്കീൽ വന്നിരിക്കുന്നത് സിദ്ദിഖാണ്. സൂപ്പർ ആക്ടിങ്, സൂപ്പർ വില്ലൻ. സിദ്ദിഖിനെ പകരം വയ്ക്കാൻ വേറൊരാളില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ഇങ്ങനെയാണ്, നിൻ്റെ അമ്മ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്തവളല്ലേ, പിഴച്ചവളല്ലേ, നീയും ആസ്വദിച്ചില്ലേ എന്ന് തുടങ്ങി അവളുടെ മൈൻഡ് നശിപ്പിക്കുന്ന രീതിയിൽ അത്രയും മോശമായി അവളെ 5 മിനിറ്റ് കൊണ്ട് അവളെ കൊല വിളിച്ചിട്ടും അവളത് പയ്യെ ഒപ്പിയെടുത്ത് അതേ സാധനം പ്രൊഡ്യൂസ് ചെയ്ത ഉടനെ കോടതി അവൾക്ക് സാധകമായിട്ട് അവൾക്ക് സപ്പോർട്ടീവായിട്ട് വിധി പ്രസ്താവിച്ചു. റിയലി സൂപ്പർ നോ വേർഡ്സ്. നമുക്കതൊരു സിനിമയാണെന്ന് ഫീൽ ചെയ്യത്തില്ല ലാസ്റ്റ് മൊമെൻറ്റ്. ഇടയ്ക്ക് ലാഗിങ് ഉണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്. ബിക്കോസ് അത് ഈ കോടതി കേസ് പോലീസ് ഈ റിലേറ്റഡ് ആൾക്കാർക്ക് മാത്രമേ സഹിഷ്ണുത വരൂ. അത് മനസ്സിലാകാത്തവർക്ക് ഒരു ബോറടി ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഡിക്റ്റഡ് ആണ് ഇങ്ങനത്തെ കുറേ ഇങ്ങനത്തെ സിനിമകൾക്ക് ഞാൻ കുറച്ച് അഡിക്റ്റഡ് ആണ്. സോ ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കാണും. എനിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അല്ലാത്തവർക്കത് ലാഗ് ചെയ്യും. ആൻഡ് ലാംഗ്വേജ് ഭയങ്കര ടഫാണ്. ഇംഗ്ലീഷാണ് മെയിനായിട്ട്. പ്രത്യേകിച്ച് കോടതി മുറിയിൽ അവർ കാണിക്കുന്നതൊക്കെ ഇംഗ്ലീഷിലാണ് അധികമുള്ളത്. അതങ്ങനെ പറ്റുള്ളൂ. ബിക്കോസ് അത് നമ്മുടെ ഈ നിയമത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പം 156-ാം പക്കത്ത് 8-ാം പക്കത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോറിംഗ് ആയിരിക്കും. അപ്പം അവർ പഠിച്ച ഒരു ലെവലിൽ ആ ഒരു ഈസിനെസ് വരും. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇത് പറയുന്നുണ്ട്. നമ്മളെ ഇപ്പം ഫരീദ ഇഷ്യൂവും കൂടെയാണ് ഇത് കമ്പാരിസൺ എനിക്ക് ചെയ്തത്. കാരണം താൻ അനുഭവിച്ച പീഡനം എന്താണെന്ന് ആ പെൺകുട്ടി വ്യക്തമായി നമ്മളോട് ഒന്ന് പറയുകയാണ്. ചെറുപ്രായത്തിൽ 16 വയസ്സിൽ സെക്സ് എന്തെന്ന് പോലും തിരിയാതിരിക്കുന്ന ഒരു വയസ്സിൽ ഭർത്താവ് റേപ്പാണ് ചെയ്യുന്നത്. ഓഫ്കോഴ്സ് അയാൾ റേപ്പാണ് ചെയ്യുന്നത്. നമുക്ക് ഒപ്പോസിഷൻ ഇല്ല. നമ്മൾ ശരീരം വിറയ്ക്കും. പിറ്റേന്ന് രാവിലെ തന്നെ നമുക്ക് ഒരുപാട് ജോബ്സൊക്കെ ചെയ്യാനുണ്ടാവും വീട്ടിൽ. പക്ഷെ നമ്മുടെ ബോഡി വിറയ്ക്കും. നമ്മൾ വല്ലാണ്ടൊരു ഇതിലേക്ക് പോകും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സിറ്റുവേഷൻ അതാണ്. എല്ലാവർക്കും അതൊരു ഭയങ്കര ഫംഗ്ഷനാണ്. സെയിം തിങ് കട്ടിങ് പോലെ തന്നെ. സുനാ പിടിച്ച് വെച്ച് കട്ട് ചെയ്തിട്ടൊരു കുടം ഉയർത്തി വെച്ചിട്ട് അവിടെ കിടന്നെന്ന് പറയുമ്പം എല്ലാവർക്കും അത് സെലിബ്രേഷനാണ്. ബിരിയാണി ഉണ്ടാക്കണം, ആഹാരം ഉണ്ടാക്കണം, തിന്നണം, പോയത് നമ്മുടെ സാധനം. അതേ സെയിം ഇത് തന്നെയാണ് മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് കുറച്ച് ദിവസങ്ങളിൽ. അത് 4 ദിവസം ഈ പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് ആക്കി കൊടുത്ത ഇസ്ലാമിക വർഗം സത്യത്തിൽ അത് ഒരു ബ്ലെസ്സിങ് ആണ്. ആ പെൺകുട്ടിക്കൊന്ന് റിക്കവർ ആവാനുള്ള മനസ്സ് കൊടുത്തല്ലോ. 4 ദിവസമെങ്കിലും അവളൊന്ന് സേഫ് ആവുമല്ലോ. ആൻഡ് ദെൻ പിന്നെ നടക്കുന്നത് എന്താണ്? പിന്നെ ഒരു സമ്മതമാണ്.
ആൻഡ് വാട്ട് ഈസ് സെക്സ് എന്ന് മനസ്സിലാക്കാൻ മിനിമം ഒരു 4-5 കുട്ടികളെങ്കിലും ആണ്. അഭിമാന പുരസ്സരം പഴയ ആൾക്കാർ പറയുന്ന കേട്ടില്ലേ, ഞാൻ 2 പെറ്റ ശേഷമാണ് ഞാൻ എൻ്റെ മകൻ ബാല്യം കണ്ടത്, എന്തോ ക്രെഡിറ്റാ, ഭയങ്കര സംഭവമാണെന്നാണ് വിചാരം. അതാണോ ശരിക്കും പറഞ്ഞാൽ മാരേജ് എന്ന് പറയുന്നത്? 2 വ്യക്തികൾ തമ്മിൽ ഒന്ന് ചേരുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷം, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഓപ്പണായി കാര്യങ്ങൾ, എൻ്റെ നീഡ് ഇതാണ്, യു ഹാവ് ടു ഡു ഇൻ ദിസ് വേ എന്ന് പറയാൻ സാധിക്കുന്നതാണ് ഏറ്റവും നല്ല വിവാഹബന്ധം. പകരം അയാൾ ഹാപ്പി ആകട്ടെ, എൻ്റെ കടമയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്, ഐ ഷുഡ് അങ്ങനെ സഹിക്കണം എന്ന് പറഞ്ഞ് കിടക്കുന്ന നല്ല 1-ാം തരം ഗുലസ്ത്രീ പെണ്ണുങ്ങൾ, അടിമവർഗ്ഗങ്ങൾ ഇവിടെ ഉള്ളിടത്ത് നമ്മൾ ഈ പറയണമെന്ന് മനസ്സിലാക്കിയത്. ഇപ്പം വരെ എനിക്ക് എന്നെ വേശി ദോശ കോശാന്ന് വിളിക്കാനായിട്ട് ഐ നോ ദാറ്റ്. പിന്നെ നമ്മളെ പറയുന്നതിന് കേട്ടില്ലേ, വെർബൽ അബ്യൂസ്, അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. ഡിസ്പറേനിയ പറയണൊന്നും ടാലിയാവുന്നില്ല. ഇവർ തന്നെ വിനീതിനെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത്, എന്തായിരുന്നു, ഹണി ട്രാപ്പ് ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്ത്, അച്ഛനെ പ്രതിയാക്കി, മകനെ പ്രതിയാക്കി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞാൻ എന്നെ കെട്ടിച്ചു. ഐ മീൻ എന്നെ കെട്ടാൻ അയാളെ കൊണ്ട് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ പറയണത് എനിക്ക് ഡിസ്പറേനിയാണെന്ന്. ഇപ്പോൾ പറയുന്ന വിനീത് എന്നെ കളഞ്ഞിട്ട് പോയെന്ന്. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു വേറെ ലെവൽ ഓഫ് പിക്ചർ ഉണ്ടാക്കിയെടുത്ത് അതിനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മഹത്വ വ്യക്തിത്വങ്ങളാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അപ്പുറത്ത് നിൽക്കുന്ന കാക്കാക്കൂട്ടങ്ങളെല്ലാം തന്നെ പെണ്ണുങ്ങളാണ് എന്നുള്ളതാണ്. അതിൽ തായ്ത്താത്തയാണ് നമിച്ചു തായ്ത്താത്തയെ ഞാൻ സമ്മതിച്ചു. ഈ സിനിമയിൽ പെൺകുട്ടിക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതാണ്. 6 വയസ്സിന് ഇപ്പുറമാണ് അവൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. ആർത്രൈറ്റീസ് ആണ് രോഗം. സെയിം എൻ്റെയും പ്രോബ്ലം അതാണ്. അത് നീർവീക്കം വന്ന് എൻ്റെയും കാഴ്ച പോയിരുന്നു ലെഫ്റ്റ്. പിന്നെ എനിക്കത് റിക്കവറായി. മൈറ്റ് ബി നല്ല മെഡിസിൻ ഉണ്ടെങ്കിൽ ആ കുട്ടി റിക്കവർ ആകും. അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ എൻ്റെത് റിക്കവർ ആയതാണ്. എനിക്ക് ഇടത് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണ്. കാല് കൈ ഒക്കെ അടിച്ചു പോയതാണ്. ആർത്രൈറ്റിസിൻ്റെ മറ്റൊരു ലെവലാണത്. ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ഗ്ലോയിങ് സ്കിൻ സീക്രട്ട് എന്ന് ചോദിക്കുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എ സീക്രട്ട്, ഇറ്റ് ഈസ് ഡിസീസ്. ഈ ഗ്ലോയിങ് സ്കിൻ കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നുന്നെങ്കിൽ എനിക്ക് സത്യത്തിൽ എന്നോട് ഭയങ്കര വിഷമമാതാണ്. ഇറ്റ്സ് നോട്ട് ഗ്ലോയിങ്, ഇറ്റ്സ് എ ഡിസീസ് ഓൺലി. നീർവീക്കമാണത്. ചില സ്പെസിഫിക് വീഡിയോസിലൊക്കെ വീങ്ങി അടിച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, അത് ഒരു അസുഖമാണ്. അപ്പോൾ ആ അസുഖത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ആ കുട്ടിക്ക് വന്നത്. അപ്പോൾ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് നിൽക്കുന്നതിൻ്റെ ദേഷ്യം ആ അമ്മ പറയുന്നുണ്ട്, അവളെ കണ്ണടിച്ചു പോയി പില്ലി, ഇനി അവളെ റേപ്പ് ചെയ്തില്ല, കാണാകായിപ്പോയി. ഒരു അമ്മ പറയുന്നതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് അങ്ങനെ തന്നെ വരണം എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. അയാൾ ഇവളെ കളഞ്ഞിട്ട് അവളെ കൂടെ പോയതിൽ തർക്കമുണ്ട, ഒരു തർക്കവും ഇല്ല. വായിക്ക് വരുന്നത് തോതയ്ക്ക് പാട്ട് പോലെ പറയുന്ന ചില അടിമ സ്ത്രീകളോടാണ് പറയുന്നത്. നമ്മളെ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾ റിഗ്രറ്റ് ചെയ്യണം. എങ്ങനെ റിഗ്രറ്റ് ചെയ്യണം? നമ്മൾ അവളെ ഉപേക്ഷിച്ചല്ലോ, അത് വേണ്ടിയിരുന്നില്ല. ഐ ലോസ്റ്റ് എ പ്രീഷ്യസ് ഡയമണ്ടിനാണല്ലോ ഏറ്റവും വില കൂടെ, അതുകൊണ്ടാണ് ഡയമണ്ടിനെ മാച്ച് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞു. എന്തായാലും ഐ ലോസ്റ്റ് എ പ്രീഷ്യസ് സ്റ്റഫ് എന്ന് അവന് തോന്നണം. ആ രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പായി തിരിഞ്ഞ് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു കാഴ്ച കാണിച്ചു കൊടുത്ത മഞ്ജുവാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ മഞ്ജുവിനെ സമ്മതിക്കുന്നു. മകളെ ഉപേക്ഷ കാര്യത്തിലില്ല, ആ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. നീ എന്നെ ഉപേക്ഷിച്ച എനിക്ക് പില്ലാണടാ. ഇറങ്ങി വരുമ്പോൾ 1800 രൂപ കൊണ്ടുവന്ന അവൾ അതിനകത്തൊരു 5 പൂജ്യം ആഡ് ചെയ്ത് റിച്ച് ആൻഡ് റിച്ച് ടോപ്പ് ലെവലിൽ പോയി നിൽക്കുന്നെങ്കിൽ അതാണ് ആൻസർ. അതിനെയാണ് ആൻസർ എന്ന് പറയുക. അവൻ റിഗ്രറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് അവൾ ഉയർന്നു വരികയും താന്ന് താഴേക്കിടെ പോവുകയും ചെയ്തെടുത്ത് കറക്റ്റായ ഒരു മറുപടി ഒരു പെൺകുട്ടി അവന് തിരിച്ചു കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെയിം മാനർ താൻ ഉയർന്നു വന്നാൽ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ നമ്മളുടെ, അതായത് പ്രൊഫഷണൽ ജലസി ഇല്ലമുണ്ട് ഈ നേരെന്ന സിനിമയ്ക്കകത്ത് അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. പ്രൊഫഷണൽ ജലസി ഒന്നുകൊണ്ട് മാത്രം ഫേക്കായി ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഒരു മനുഷ്യനെ ഇരുട്ടിലേക്ക് തള്ളിയിട്ടിട്ട് അയാളുടെ എലിജിബിലിറ്റി കൊണ്ട് മാത്രം ജീവശ്വാസം വലിക്കുന്ന ഒരു രീതിയുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതായത് നല്ലൊരു വക്കീലായിരുന്ന മോഹൻലാലിനെ അടിച്ച് നശിപ്പിച്ച് മൂലയിലിരുത്താൻ മകളോടുള്ള പ്രണയവും അല്ലെങ്കിൽ അയാളുടെ പ്രൊഫഷണൽ ജലസിയും കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് കോടതിക്ക് സബ്മിറ്റ് ചെയ്ത് ബാർ കൗൺസിൽ വഴി അയാളെ അതിൽ നിന്ന് 6 മാസത്തേക്ക് വിലക്കാൻ സാധിച്ച സിദ്ദിഖ് എന്ന ക്യാരക്ടറിന് തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഓവർകം ചെയ്തു വരികയാണ്. പക്ഷെ അതിൻ്റെ ബിഹൈൻഡും ഒരു പെണ്ണാണ്. അതും ഇതേപോലെ പ്രൊഫഷണലി അവൻ്റെ കൂടെ ടൈയപ്പായി നിൽക്കുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് മെനക്കെട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പ്രൊഫഷണൽ എത്തിക്സ് എന്നൊരു സംഗതിയുണ്ട്. അത് ഇതിനകത്ത് വിസിബിളാണ്. ചിലർക്കതുണ്ട്, ചിലർക്ക് ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാം.
സതീഷ് വക്കീൽ, ഇപ്പം എന്നെ വിനു എപ്പോഴും കളിയാക്കും, നിനക്ക് സതീഷ് വക്കീലിനെ വിട്ട് വേറെ ചിന്തയില്ലാന്ന്. ആക്ച്വലി ഭയങ്കര സംഭവമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ആസ് എ പേഴ്സൺ ഹീ ഈസ് ദ ബെസ്റ്റ്. അങ്ങനെ ആരെങ്കിലും ഓടി അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അതെല്ലാം വാങ്ങി പറക്കി വെക്കത്തില്ല. ആൻഡ് നോട്ട് ലുക്കിംഗ് ആഫ്റ്റർ ദ മണി. പൈസയല്ല അങ്ങേർക്ക് പറ്റി കൊടുത്തല്ല അങ്ങേര് വാങ്ങും. അതും ഇറ്റ് ഈസ് അയാൾ ചെയ്തു എന്ന് അയാൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം. അതേപോലെ തന്നെ എനിക്ക് പറവൂരിലുള്ള അഡ്വക്കേറ്റ്, ബോത്ത് ആർ സെയിം. അവർ പറഞ്ഞു തരും ഇതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും. ഇഫ് യു ഗോ ഫോർ ദിസ് ഇത് വിൽ ഹാപ്പൻ, എങ്ങനെ പോയാൽ ഇങ്ങനെ വരും. അതാണ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. നമുക്ക് പൈസ കിട്ടും, ജോലി കിട്ടും. മിഷൻ ഇമ്പോസിബിൾ കണ്ടിട്ട് ഉണ്ടോ ചേച്ചി? ഞാൻ കണ്ടിട്ടില്ല. ഈ ഹിന്ദിയിലൊരു സിനിമ വന്നിട്ടുണ്ട്, അത് കാണണമെന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. ഐ വിൽ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞില്ല, ഒരു ഡേ പോയി കിട്ടും, എനിക്ക് ഇനി വേറെ ഒന്നും നടക്കത്തില്ല. ഈ സിനിമ കണ്ടിട്ട് എപ്പോൾ തന്നെ പറഞ്ഞത് പേപ്പട്ടി പടം ഇരുന്ന് കാണുന്നുണ്ട്, മോങ്ങാനുള്ള പ്ലാനാണ് എന്ന്. സീരിയസ്ലി ഇതിന് ഇങ്ങനെ ഒരു എൻഡിങ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആ ഒരു കോടതി മുറിയാണ് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നത്. ആൻഡ് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പെർഫെക്റ്റ്ലി ഒരു ഓണം തന്നെയാണ് നേരെന്ന സിനിമ. ജിത്തു ജോസഫിൻ്റെ സിനിമയാണെന്നൊന്നും ആദ്യം ഞാൻ കണ്ടില്ലായിരുന്നു. ലാസ്റ്റാണത് എഴുതിയിട്ടപ്പോൾ പുള്ളിയായിരുന്നു എന്ന്. തന്മാത്ര അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ആ സിനിമയൊക്കെ ഉണ്ടാക്കിയ ആളാണ്. തന്മാത്രയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ, എനിക്കതൊന്ന് ഇഷ്ടം തോന്നിയിട്ടില്ല. അങ്ങനെ ഞാൻ മോഹൻലാൽ ഫാൻ അല്ല, എനിക്ക് മോഹൻലാലിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ വാമനപുരം ബസ് റൂട്ട് കണ്ടില്ല, ഭരതം സിനിമയാണ് ഞാൻ ലാസ്റ്റ് പുള്ളിയുടെ കുറച്ച് ഭയങ്കര സന്തോഷത്തോടെ കണ്ടത്. പിന്നെ ഈ മഞ്ജു വാര്യരുമായിട്ടുള്ള ഒരു കോടതി സീനാരിയോ ഉണ്ടല്ലോ, അപ്പോൾ അത് മഞ്ജു അതിനകത്തൊരു വക്കീലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനത് പോയിരുന്നു നോക്കിയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു എക്സ്പ്ലനേഷൻ തന്നത്. തീർച്ചയായിട്ടും പോയി കാണുക. അതിനകത്ത് ലാസ്റ്റ് തരുന്ന ആ മെസ്സേജുകളൊക്കെ വളരെ എഫക്റ്റീവ് മെസ്സേജസാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെസ്സേജസാണ്. നമ്മൾക്ക് പ്രണയം വരുമ്പോഴും നമ്മൾ ചിലപ്പം അളവുമേറി ഇപ്പോൾ പ്രണയിക്കുക എന്ന് പറയുമ്പം നമുക്ക് തോന്നും എല്ലാം ഡെഡിക്കേഷനും അങ്ങോട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം ഷർട്ട് ഊരുക എന്നുള്ളതാണ്, ഊരിക്കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടേം. അപ്പോൾ അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റായിട്ട് നമ്മൾ ആസ്വദിച്ച് കഴിയുമ്പം അവർക്ക് അടുത്ത പൂവിലേക്ക് പോകണമെന്ന് തോന്നും. തേൻ നുകർന്നൊക്കെ കഴിയുമ്പം അടുത്ത തേനായിരിക്കും ടേസ്റ്റ് എന്ന് തോന്നി അതിൽ പാറിക്കളിക്കുന്ന ഒരു ടൈമുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല മെഡിസിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നുകരുന്ന പരിപാടിക്കുള്ള സാധനം ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്തിട്ട് വിട്ടുവിടണം. ഒരു മനുഷ്യനും അറിയത്തില്ല. വാദിയായി പോയി നിൽക്കാതെ പ്രതിയായി പോയി നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കട്ട് ചെയ്തെടുത്തേക്കാണ്. MP ഉത്തർപ്രദേശിൽ കണ്ട ഒരു MP ഒരു ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയി റേപ്പ് ചെയ്തു. അവൾ വേറെ നിവൃത്തിയില്ല, സമ്മതിച്ചു കൊടുത്തു. അവസാനം ഈ റേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്. സാധനം അങ്ങോട്ട് വായിലോട്ട് കൊടുത്ത് അവൾ കടിച്ചിങ്ങെടുത്ത്. അവളെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥയാണ്. അതാണ് പവർ. ഇവർ വിചാരിക്കുന്ന ടേമിലേക്ക് ഇവരെ സൊസൈറ്റിയാണ് കൊണ്ടെത്തിച്ചത്. ഞാൻ പുരുഷവിരുദ്ധതയല്ല ഈ പറയുന്നത്, മെയിനായിട്ട് ഓർത്തുള്ള. പലരും പറയും എന്തോ ഫെമിനിസമാണ്, ആണുങ്ങൾക്ക് അതല്ല ഞാൻ പറയുന്നത്. ഈ സിനിമയിലായാലും പൊതു സമൂഹത്തിലായാലും ഇപ്പം ഞാൻ ഇത്രയും സ്ട്രെങ്തായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ബിഹൈൻഡ് എൻ്റെ വാപ്പ ഉണ്ടാകും, എൻ്റെ സഹോദരങ്ങളുണ്ടാകും, എൻ്റെ മക്കളുണ്ടാകും. എല്ലാ ആൺകുട്ടികൾ തന്നെയാണ്. എൻ്റെ ബ്രദേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ എൻകറേജ് ചെയ്യുക, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് ആൺകുട്ടികളുണ്ട്. അതുകൊണ്ട് ഞാൻ അടച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പം മകനും മകളും മുറിയിൽ ഇരിക്കുകയാണെന്ന് വെക്കുക, അമ്മ പുറത്തുനിന്ന് വരുന്നു അല്ലെങ്കിൽ അച്ഛൻ പുറത്തുനിന്ന് വരുന്നു, മോളെ ഒരു ഗ്ലാസ് വെള്ളം ഇടുക, അതെന്താ മോനോട് പറയാത്തെ? ആ ഒരു ടേമിലേക്ക് നമ്മുടെ സൊസൈറ്റി നമ്മൾ ഡെവലപ്പാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെയല്ല, എനിക്ക് ദാഹിക്കുന്നു, ആരെങ്കിലും ഇച്ചിരി വെള്ളം എടുത്ത് തരൂ എന്നൊരു ടോണിലേക്ക് പോവുകയും ആർക്കാണോ ഇനിഷ്യേറ്റീവ് എടുക്കണോ അവർ പോയി എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നത് ദ ബെസ്റ്റ് തിങ്. മനസ്സിലായോ? ടയേർഡ് ആയതുകൊണ്ടാണ് അങ്ങനെയൊന്നും, അല്ലെങ്കിൽ പുള്ളിയെ പോയി എടുത്ത് കുടിക്കും. ബട്ട് സ്റ്റിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റി ആ ഒരു ടേമിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? നീ മാറണമെന്നല്ല, നമ്മൾ മാറണം, ഞാൻ മാറണം, എനിക്ക് ആ മാറ്റം ഉണ്ടാകണം. ഒരാണും പെണ്ണും ഇരുന്ന എഴുന്നേരടി പോയി തൂത്തുവാരടി എന്ന് പറയുന്നതിന് പകരം പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള ടേമിൽ പറയുക. അതൊരു അധികാരത്തോടു കൂടി നമ്മൾ പെൺകുട്ടികളോട് പറയുമ്പോൾ ഭയങ്കരമായ ദേഷ്യവും ഇറിറ്റേഷനും വരും. നമ്മൾ എന്തോ അടിമകളാണെന്നൊരു ബോധം ഈ പെൺകുട്ടികളുടെ തലയിലേക്ക് ഇടിച്ചു കയറ്റി കൊടുക്കും. ഈ മതബോധത്തിൽ അത് ഭയങ്കരമായിട്ടുണ്ട്. ഭീകരമായൊരു വേർഷനാണ് അത്. മതബോധത്തിൽ അതിഭീകരമായൊരു വേർഷനാണത്. അത് ഞാനൊക്കെ ചെറുപ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചി ഉമ്മ ഭയങ്കര സാധനമായിരുന്നു ഈ ഒരു കാര്യത്തിൽ. നമ്മുടെ കുടുംബ വീട്ടിൽ, പള്ളിവേളയിൽ കുടുംബ വീട്ടിൽ വലിയൊരു ചാരുംപടി ഇട്ടിട്ടുണ്ട്. അതിൽ ഉപ്പാപ്പയായിരിക്കാം. ഉപ്പാപ്പ മരണപ്പെട്ട ശേഷം പിന്നെ അതങ്ങനെ അവിടെ ഇട്ടിരിക്കുന്നു. അതിന് ശേഷം മാമയാണ് ഇരിക്കുന്നത്, വേറെ ആരും അവിടെ ഇരിക്കാറില്ല. ഞാൻ അവിടെ പോകുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. തുണി പോലത്തെ ഒരു സാധനമാണ്, അതിനകത്ത് കിടക്കുക എന്നുള്ളതാണ്, വെറുതെ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത്
ഉമ്മച്ചമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ വഴക്ക് കിട്ടും. അത് ആണുങ്ങൾക്ക് ഇരിക്കാനും കിടക്കാനും ഉള്ള സ്ഥലമെന്നാണ്. പറട്ടത്തുള്ള എന്നെ അങ്ങനെയാണ് പറയുക. ഒന്നുമില്ലെങ്കിൽ പിച്ചാത്തിയെങ്കിലും എടുത്തെറിയ എന്നെ, എഴുന്നേറ്റോടാൻ പറയും നമ്മളോടൊപ്പം. ഞാൻ പലപ്പോഴും ചോദിക്കുന്നത്, അവസാന ഘട്ടത്തിൽ ഒരു 6 മാസത്തോളം ഞാനാണ് അവരെ നോക്കിയിട്ടുണ്ടായിരുന്നു, വയ്യായ്മ കിടന്നപ്പോൾ. അപ്പം ഞാൻ എടുത്ത് ചോദിക്കാറുണ്ട്, അല്ല പറട്ടത്തുള്ള ഇപ്പം ആരാണുള്ളത്, നിങ്ങൾ ആണമക്കളൊന്നും ഇല്ല നിങ്ങളെ നോക്കാനൊക്കെ ഉണ്ട്? അത് പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവിടെയും തോറ്റേരൂല, അപ്പുട്ടിയും തോറ്റേരൂല. അയ്യോ, ഒരു രക്ഷയില്ലാത്ത സാധന. അങ്ങനെയുള്ള അമ്മമാരിൽ നിന്ന് എൻ്റെ അമ്മയിലേക്കുള്ള ദൂരം ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയ്ക്ക് 18 വയസ്സ് ആയ ഉടനെ തന്നെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതുണ്ട്. അപ്പം അപ്പോഴും ഉമ്മ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാം, ഞാനൊരു ആണായി ജനിക്കേണ്ടതായിരുന്നു. തേങ്ങയാണ് അവരെ വിചാരം. അതാണ് അവരത്, എനിക്കത് ഡിസേർവ് ചെയ്യുന്ന സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഞാനിത് അർഹിക്കുന്ന ഇതാണ് എന്ന് എൻ്റെ അമ്മയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല. ഞാനൊരു ആണായിട്ട് ജനിക്കേണ്ടായിരുന്നു, എൻ്റെ വാപ്പ പറയും ഞാൻ ആണായിട്ട് ജനിക്കേണ്ടായിരുന്നു. പല പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. നോ. സ്കൂളിൽ വേറെ ഈശ്വര പ്രാർത്ഥന ഇല്ലേ, പിന്നെ എങ്ങനെ സൊസൈറ്റി മാറും? എൻ്റെ പൊന്നു സുഹൈലെ, നേരത്തെ കിട്ടിയത് പോരാ വാക്ക, എൻ്റെ പൊന്നു കാക്ക. എന്താണ് കാക്ക സോക്കേട്? ഈശ്വര പ്രാർത്ഥന പറഞ്ഞാൽ എന്താ പ്രശ്നം? നിങ്ങൾ ആരെ കണ്ടല്ലേ അച്ചലാമു അലൈക്കും എന്ന് പറയും, സമാധാനം നിങ്ങളോടൊപ്പം എന്നാണ്. അത് നമുക്ക് അർത്ഥം അറിയുന്നവർക്കറിയാം. ഇപ്പം അറിയാത്തവരെന്തോ ഇരിക്കും, അത് ഇസ്ലാമിക ഇതല്ലേ. ജയ് ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തിയിടാ? അച്ചലാമു അലൈക്കും എന്ന് പറയുന്നതും ജയ് ശ്രീകൃഷ്ണ എന്ന് പറയുന്നത് ഒരുപോലെ ഫീൽ ചെയ്യുക. അതൊക്കെയുണ്ട്. മോഹൻലാലിൻ്റെ പടമൊക്കെ ഇറങ്ങുന്നുണ്ട്, പിന്നെ ഇല്ലാണ്ട് മോഹൻലാലൊക്കെ പറ്റി തകർക്കണത് കിടന്നു. പക്ഷേ എനിക്ക് ഇതിനകത്ത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല സ്ത്രീ ആരാണ് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടിയാണിത്. അവളുടെ ഇണയെ അനുസരിക്കുന്നവളാണ്. രണ്ടാമത്തത്, അവൻ നോക്കുമ്പോൾ അവളിലേക്ക് അവളുടെ ഇണ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാണ് അവൾ. മൂന്നാമത്തത്, അവളെയും അവരുടെ സമ്പത്തിനെയും അവളുടെ ശരീരത്തെയും സംരക്ഷിക്കുന്നവളാണ് അവൾ. ഈ നാലാമത്തെ പറയണത് എന്താണെന്നറിയോ? ഇത് മൂന്നും കൂടെ യാഥാർത്ഥ്യമായി വരുമ്പോഴേ അനുസരണയും സന്തോഷിപ്പിക്കലും സംരക്ഷിക്കലും കൂടെ യോജിച്ച് വരുമ്പോ സ്വർഗ പൂങ്കാവനത്തിന്റെ 8 കവാടങ്ങളിൽ അവൾക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ വ്യാഴം കണ്ടല്ലുണ്ടായിരുന്ന പെട്ടായ അവൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് പറയുമ്പോ നോക്കൂ, ഏറ്റവും നല്ല സ്ത്രീ ആരാണ് എന്ന ചോദ്യത്തിന് അള്ളാന്റെ റസൂൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം അങ്ങേരോട്. അല്ലെങ്കിൽ എനിക്ക് അങ്ങേരടുത്ത് ഒരു ദേഷ്യവും ഇല്ല. അല്ലടി മോളെ, അനുസരിച്ചാൽ മതിയാ, നീ എന്താ അടിമയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അടിമ സ്ത്രീകൾ. ഞാൻ അനുസരണയുള്ളവളായിരിക്കണം, ഞാൻ സംരക്ഷിക്കപ്പെടേണ്ടവളായിരിക്കണം, ഞാൻ ഇവിടുത്തെ സ്വത്തും എൻ്റെ ശരീരവും സംരക്ഷിച്ചു കൊണ്ട് നടക്കണം. എല്ലാവരും സംരക്ഷിച്ചാലേ പറ്റുള്ളൂ, അവനും സംരക്ഷിച്ചാലേ പറ്റുള്ളൂ. അത്യാവശ്യം ക്രീമും പുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് നടന്നാൽ ഉടനെ നീ സംരക്ഷിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ തല മുഴുവൻ മറച്ചുകൊണ്ട് നടന്ന് നീ സംരക്ഷിച്ചു എന്നാണ്. സിനിമ കാണാൻ പാടില്ല, TV വെക്കാൻ പാടില്ല, പിന്നെ എന്താ പറയണേ, എനിക്കറിയത്തില്ല, ഒരു 100 സിസ്റ്റമാണ്. ഈ സിസ്റ്റമാറ്റിക് സംഗതികളോട് ഒക്കെ തന്നെ വിമുഖത കാണിക്കുന്ന ഒരു തലമുറയാണ് ഇന്നുള്ളത്. മുമ്പ് കാലഘട്ടങ്ങളിൽ പ്രസവം കഴിഞ്ഞൊരു 40 ദിവസം പിടിച്ച് അതിനകത്തിടും. അവസാനം ഒരു ഖുറാനും കയ്യിൽ തന്നിട്ട് 40 ദിവസം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഖുറാനും കയ്യിൽ തന്നിട്ട് കെട്ടിയവനെ പിടിച്ചേർത്ത്, കെട്ടിയവനെ അവിടെ ഉണ്ടെങ്കിൽ, വിദേശത്താണെങ്കിൽ ഹുവ ഇല്ലെങ്കിൽ ഖുറാൻ തരും. ഖുറാനിലേക്ക് മുഖം തുറക്കണം, അതുവരെ അതിനകത്ത് പിടിച്ച് പൂട്ടിയിട്ടേക്കും. എന്തൊരു അവസ്ഥയാണെന്ന് അനുസരിക്കണം. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെ എന്തോ ഒരു സംഗതിയുണ്ട്. ഇതൊക്കെ വന്ന് പെണ്ണുങ്ങൾ ചാവാലാണ്. പിന്നെ അനുദിനം പ്രസവമായതുകൊണ്ട് വേറെ ടെൻഷനില്ല. ഒന്ന് വിട്ട അടുത്ത പ്രസവം. പിന്നെ കുടുംബക്കാരൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടെ വാരിയിട്ട് നോക്കിക്കോളും. പിള്ള ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഈ പെണ്ണുങ്ങളുടെ ഒരു രീതി. അനുസരണ. അതെന്തിനടി അനുസരിക്കുന്നത്? എന്തുവടി അനുസരണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എപ്പോഴും ഇസ്ലാം മതവിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് ഒരു തരി വെട്ടം അതിൻ്റെ ഒന്നും തലയിൽ കയറിയിട്ടില്ലെന്നുള്ളതിന് തെളിവാണ് ഇതായി കാണുന്നത്. എഡ്യൂക്കേറ്റഡ് ഫെലോസ് ആണെങ്കിൽ പോലും ചില നേരം പറയുന്ന ആട്ടർ നോൺസെൻസ് കേട്ടാ, എൻ്റെ പൊന്നോ, ഇത് എടുത്ത് കിണറ്റിലിടാത്തവരും ഇട്ടുപോകും. അതാണ് ചില നേരത്തെ ഡയലോഗ്സ്. ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് നമ്മൾ അനുസരിച്ച് ജീവിക്കണം. ശരി, പാർട്ട്ണറെ നമ്മൾ സന്തോഷിപ്പിക്കണം. അതിൻ്റെ എനിക്ക് സന്തോഷമൊന്നും വേണ്ടേ, അതിന് നീ വേറെ എന്തെങ്കിലും മാർഗം കണ്ടുവച്ചിട്ടുണ്ടോ? സന്തോഷം എന്ന് പറയുമ്പോൾ ഉപ്പാപ്പാക്ക് മാത്രം മതിയാ, ഉമ്മാമ്മച്ചിക്ക് സന്തോഷം ഒന്നും എടുക്കൂല, പറ്റൂല, നെക്ക് ഗൊത്തൂല.
ഈ ചിന്താധാരയാണ് മാറേണ്ടത്. ഇത് മാറി വന്ന് ഒരു ലെവൽ കഴിഞ്ഞ് ഒരു 4-5 കുട്ടികളൊക്കെ ആയ ശേഷം അവൻ കളഞ്ഞിട്ട് ഈ കൊച്ചുങ്ങൾക്ക് ചാപ്പാടിന് വേണ്ടി വല്ല വഴിക്കും പോകുന്ന സമയത്താണ് ഈ അഭിഹിതങ്ങളും അഭിചാരിതങ്ങളും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻട്രസ്റ്റ് ആവുന്നത്. 3-4 ഒക്കെ പെറ്റ് കഴിയുമ്പോൾ ഏകദേശം ബോഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നോ സെറ്റ് നോ ടറ്റാൾ. ഇവിടുത്തെ അട്രാക്ഷൻ തീർന്ന് അടുത്ത കോഴിയെ തേടി അവൻ പോകും. ഇതിൻ്റെ എല്ലാ അസന്തുലിതാവസ്ഥ വരുന്നതിൻ്റെ മെയിൻ റീസൺ ഈ സ്ത്രീകളുടെ മനസ്സിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്ന തീവ്രമായ അടിമബോധം ഒന്നുകൊണ്ട് മാത്രം. ഈ തീവ്രമായ അടിമബോധം, പിന്നെ സ്ത്രീയുടെ അഭിമാനം എന്ന് പറയുന്നത് തുടകൾക്കും വയറിനും ഇടയിലുള്ള ഒരു പാർട്ടിനകത്തേക്കുള്ള ഇഞ്ചക്ഷനിലാണ്. ആ ഇഞ്ചക്ഷൻ 10 പേരിട്ടാൽ അവൾ തീർന്നു തകർന്നു. ഇനി അത് ഒരാളാണ് ഇട്ടത്, ബാക്കി 9 ഒളിച്ചാണെങ്കിലും അവൾ പതിവ്രത. ഈ കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. പകരം ഇതേപോലെ അവസ്ഥയിലുള്ള പെൺകുട്ടികളെ മറച്ചു വെക്കുകയും അതിജീവിതയെന്നും മറ്റതെന്നും മറിച്ചതെന്നും പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം മുൻപോട്ട് കൊണ്ടുവന്ന് കാണിക്കണം. അവരുടെ ജീവിത വിജയം ഡോക്യുമെന്ററി ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയും പെൺകുട്ടികൾക്ക് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ ആ സ്ത്രീകളെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്നിടത്താണ് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു നവോത്ഥാനം ഉണ്ടാവുക. അല്ലാതെ അങ്ങനെ ഇപ്പം ഞാൻ പോലും വഴിമാറി സഞ്ചരിക്കുന്ന ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചതിൻ്റെ റീസൺ ഈ അറ്റാക്കാണ്. കുറേ കൊലസ്ത്രീകളുടെ അറ്റാക്ക്, ഭ്രാന്ത് കയറുന്ന അറ്റാക്കായിരുന്നു കുറേ ദിവസമായിട്ട്. സോ അതിനൊരു മുറ്റുപുള്ളിയാണ് ഇന്നിവിടെ വെക്കുന്നത്. ദയവ് ഇത് എന്നെ ആ വഴിക്കൊക്കെ കൊണ്ടുപോകരുത്. ഐ ഡോണ്ട് ലൈക്ക് ടു ബി ലൈക്ക് ദാറ്റ്. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു ടേമാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇന്ന സാധനമാണ്, ഇതിനപ്പുറമൊന്നുമില്ല. നമ്മുടെ മനസ്സിൻ്റെ നീതിക്കനുസരിച്ച് മറ്റൊരാളുടെ ചോറ്റുപാത്രത്തിൽ കൈയിട്ട് വാരാതെ, മനസ്സോടെ അവർ തരുന്നത് വാങ്ങിച്ച് കഴിക്കുന്ന മറ്റൊരാളുടെ ചോറ്റുപാത്രത്തിൽ കൈയിട്ട് വാരാതെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നിടത്ത് സ്ത്രീയുടെ സക്സസ് ഉണ്ടാകുക. ഇന്നലെ രാത്രി എന്നെ ഒരു കുട്ടി വിളിച്ചിരുന്നു. കുട്ടിയുടെ പേര് എനിക്ക് സെലസ്റ്റി എന്നെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, ഐ എം ഫാൻ ഓഫ് യു എന്ന്. അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടാണ്. ഒരുപാട് ക്രൗഡ് ഉണ്ടല്ലോ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയാം. അപ്പം വൈ യു ആർ ഫാൻ ഓഫ് മീ? ബിക്കോസ് ഞാൻ ബാഡ് വേർഡ് ഉപയോഗിക്കുന്നുണ്ടാണ്. നോ. ഇൻസ്പിറേഷൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ. എത്ര ബോംബ് വന്നാലും ഞാനിവിടെ നെഞ്ചി വിരിച്ചങ്ങനെ നിൽക്കുക. ആ ഒരു വട്ടം പിടിപ്പുണ്ടല്ലോ, അതിലാണ് അവൾ വീണതെന്നാണ് പറയണത്. എന്നെ കൊണ്ടത് സാധിക്കില്ല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് സാധിക്കില്ല? സോ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് സാധിക്കില്ല? വൈ? ഇഫ് യു നോ ദാറ്റ് യു ആർ പെർഫെക്റ്റ് ഇനഫ്, നിങ്ങളൊരു കോമ്പറ്റീഷന് പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. വൈ? നിങ്ങളെന്തൊരു ആരെ കാണിക്കായിരിക്കുന്നത്? നിങ്ങൾക്ക് എബിലിറ്റി ഉണ്ട്, യു ആർ പെർഫെക്റ്റ് ഇനഫ്. വൈ യു വോണ്ട് ടു ഷോ ദ പീപ്പിൾ ദാറ്റ് ഐ ആം പെർഫെക്റ്റ്? ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവ അവിടെ നിന്നുണ്ട് അതാ പോണ് ഭാഷ ദോശ ഘോഷൻ, ആടാ അങ്ങനെ തന്നെ നിന്റെ നട്ടലിൻ്റെ ബലം തിരിഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ്റെ കോൺഫിഡൻറ്റ് ലെവൽ അവിടെ തീർന്നു. ഇത്രയേ ഉള്ളൂ. 2 ആണുങ്ങൾ 2 പെണ്ണുങ്ങൾക്കൊപ്പം ഒരു പെണ്ണ് 2 ആണുങ്ങൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ പേര് മോശമാക്കുന്നതിന് പകരം തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കാണ്. എന്താ ഇവന്മാർക്ക് വേണ്ടേ പാതിവൃത്യം? ഇവന്മാർക്ക് വേണ്ടേ കന്യകാത്വം? എന്താ അത് പെണ്ണിന് മാത്രം ലേബലൈസ് ചെയ്ത് കൊടുക്കുന്നത്? നമ്മൾ വീട്ടിലും ഉണ്ട് ഈ ഒറ്റപ്പെടൽ. എനിക്ക് മിക്കവാറും പലപ്പോഴും എന്നോട് സംവാദത്തിന് ഉസ്താദ് പോലും വരില്ല, എന്നോട് സംവദിക്കാറില്ല. അയ്യോ പറ്റത്തില്ലെന്ന് പറയും, നീ വളച്ചൊടിക്കുമെന്ന് പറയും. എനിക്കറിയത്തില്ല ഞാൻ ഏത് രീതിയിലാണ് ഈ വളച്ചൊടിപ്പ് നടത്തുന്നത്, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഉമ്മച്ചിയും ഒരു പരിധിക്ക് കൂടുതൽ എൻ്റെ കൂടെ ഡിബേറ്റിന് വരത്തില്ല. എന്ന് വെച്ചാൽ വളച്ചൊടിക്കുമെന്നാണ്. 6 മാമന്മാരാണ്, എല്ലാം പൊഴിഞ്ഞു തീർന്നു. ഇനിയിപ്പോൾ ഒരെണ്ണം കണ്ടേ ഉള്ളൂ. ഇല്ല എല്ലാം തീർന്നെന്നാണ് തോന്നുന്നത്. ഒരെണ്ണം ഡിബേറ്റിന് വരത്തില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വേണം കാണാൻ. ആൻഡ് മറ്റ് മരുമക്കളൊക്കെ തന്നെ, അതായത് എൻ്റെ ടൈമിലുള്ള പെൺകുട്ടികളൊക്കെ തന്നെ ഭയത്തോട് ബഹുമാനത്തോട് ഇരിക്കുമ്പോൾ ഐ എം മെൻ്റലി ഡിഫറെൻറ്റ്. ആ ഡിഫറൻസ് ഉണ്ടാക്കി എടുത്തത് ഞാൻ തന്നെയാണ്. ബിക്കോസ് ഐ ഹാവ് ക്വസ്റ്റ്യൻ. എനിക്ക് ചോദ്യങ്ങളുണ്ടോ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനെ പറ്റിയുള്ള മറുപടി ഉണ്ടോ? ഉണ്ടാവില്ല. അത് ചോദിക്കാനുള്ള തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഇത് കൊണ്ട് എങ്ങനെ, ഇത് എന്തിന് ഇങ്ങനെ, അത് എന്തിന് ഇങ്ങനെ. ഈ ചോദ്യമാണ് നമ്മളെ ഡെവലപ്പ് ചെയ്യുക. ചിന്തിക്കണം. നിങ്ങളെ ചിന്തിക്കാൻ അനുവദിക്കാതെ നിങ്ങളെ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ട് നിങ്ങളാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല സ്ത്രീ എന്ന് നിങ്ങളെ കബളിപ്പിക്കുന്ന ഈ സുരക്ഷാ കവചം തീർത്തുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിലുള്ള കേമന്മാരായ ആണുങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആദ്യത്തെ ശത്രു. അതുകൊണ്ട് അവരെ അടിച്ച് ദൂരെ കളയണമെന്നല്ല പറഞ്ഞത്. കീപ് ദം, ആസ്ക് ദം, ക്വസ്റ്റ്യൻ ദം. ചോദ്യവന്മാരോട് എന്താണ് ഞാൻ ഈ പടച്ച് മുടച്ചിട്ടുള്ള പ്രയോജനം? എന്താ? വൈ യു ആർ ഓപ്പണിംഗ് ടു ദ വേൾഡ്? നിനക്കെല്ലാം തുറന്നു കാണിക്കാം, തുണിയില്ലാതെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അവനവൻ്റെ ഫ്രീഡത്തിനനുസരിച്ചിട്ട് ഇന്നത്തെ ഒരു ക്ലൈമറ്റ്, ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനനുസരിച്ച് ഈ തലയെ കൂടെ കുടാണ്ടർ ഇട്ടുകൊണ്ട് നടക്കുന്നത് പോസിബിൾ ആണോ? അല്ലയോ? നോട്ട് ദ പൈറ്റ്. പറ്റുമോ ഇല്ലയോ? ഈ നൊയമ്പ് 30 ദിവസം കമ്പൽസറി ആയിട്ട് ഇവരെല്ലാം മരിച്ചു കിടന്ന് പിടിക്കുന്നുണ്ട്. ഈ ആക്രമണം ഇല്ലാത്തത് എന്താണെന്ന് ആണ്ടോ എന്ന് എന്നെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ആക്രമണം, ഈ ക്വായമാരെല്ലാം ബിസിയാ, നോയമ്പ് പിടിച്ച് പുണ്യം ചേർക്കുക. പക്ഷേ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? സുന്നത്ത് നോമ്പ് 7 എണ്ണം പിടിക്കാം.
നോയമ്പ് കഴിഞ്ഞിട്ടും. പിന്നെ എല്ലാ വ്യാഴാഴ്ചയും വീണ്ടും നോയമ്പ് എടുക്കാം. ഈ 30 നോയമ്പ് വീണ്ടും നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് നമുക്കത് കടം വീട്ടാനുള്ളൊരു ഉപാധി കൊടുത്തിട്ടുണ്ട്. ഹല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ നിസ്കരിക്കുന്ന ആ സമയം വിട്ടുപോയി അടുത്ത പോർഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് നമുക്ക് 5 നേരത്തിൽ ഒരു നേരത്തിന് നമുക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇത് നെക്സ്റ്റ് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഇതിനെ ആഡ് ഓൺ ചെയ്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവരാരെങ്കിലും അത് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബട്ട് ദേ ആർ ഡിസ്റ്റർബിങ് ദ പീപ്പിൾ. മറ്റുള്ളവരെ കാണിക്കുക ഞാൻ ഭയങ്കര ഭക്തി മാർഗത്തിലാണ്, ഭക്തയാണ്. തലയിൽ തട്ടം വലിച്ചെടുത്ത് കയറ്റി വയ്ക്കുന്ന റസീനയും അതിനേക്കാൾ ഭീകരമായി തട്ടം വെച്ച് ഡ്രാമ കാണിക്കുന്ന ഈ ജാസ്മിനും ഒക്കെ അതിനുള്ള തെളിവുകളാണ്. ദേ ആർ ജസ്റ്റ് ആളുകളെ ചതിക്കണു, വഞ്ചിക്കുന്നു എന്നതിനപ്പുറം ഒന്നുമില്ല. അവർക്കറിയാം അവരുടെ ലിമിറ്റ് എന്താണെന്ന്, അവർക്കറിയാം അവരെന്താണ് ചെയ്യുന്നതെന്ന്. ഈ കള്ളത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞ സമൂഹത്തിനെയാണ് ഈ മുറിക്കോയകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ പെൺകൊച്ചു പറയുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇണയെ അനുസരിക്കുന്നു. എന്തിനീ? അവൻ എൻ്റെ അധിപനാ? ഹു ഈസ് ഹി? ഈസ് ജസ്റ്റ് എ പാർട്ട്ണർ ഓൺലി. ഇവിടെ ഭാര്യ ഭർത്താവ് എന്നൊരു ലേബൽ പോലും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പലരും സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു. വൈ? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈസ് ജസ്റ്റ് എ പാർട്ട്ണർ. മമ്മൂട്ടി മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പാണ്. ഈ റിലേഷൻഷിപ്പ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിച്ച് ദൂരെ കളയാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ ആ റിലേഷനിൽ കൂടിയാണ് നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടെ മോൾഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ഒരു ബന്ധം, അതിൻ്റെ അകത്ത് ഇൻഡെപ്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അമ്മയായി, പെങ്ങളായി, മകളായി എല്ലാ റിലേഷൻഷിപ്പും ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി ആൻഡ് സെക്ഷുവൽ പാർട്ട്ണർ ആൾസോ അത് ഭാര്യയാണ്. ദ സെയിം വേവ് ലെങ്ത് സെയിം തിങ് തന്നെയാണ് ഭർത്താവ് എന്ന്. ആ റിലേഷൻഷിപ്പ് അത്രയും ഡീപ്പാണ്, ഡെപ്തിലായിരിക്കണം. അതിനെന്താ വേണ്ടെന്നറിയാം? ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അല്ല നോക്കേണ്ടത്. നിങ്ങൾ ഓക്കെ ആവും, നിങ്ങളുടെ കെമിസ്ട്രി ഓക്കെ ആവുമോ എന്ന് നോക്കുക. നിങ്ങളുടെ മൈനസ് പോയിന്റാണ് നിങ്ങൾ പാർട്ട്ണർ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ ക്ഷിപ്രകോപിയാണ്, വിനു അത് ആദ്യം ഐസോർ ചെയ്യണം. വിനു അത് ആദ്യം മനസ്സിലാക്കണം. ഇവൻ ക്ഷിപ്രകോപിയാണ്, ഒന്നിനും ദേഷ്യം, ഇവന് കയ്യേന്തി അടിച്ചും കളയും. അതെൻ്റെ ക്യാരക്ടറാണ്. എൻ്റെ പാർട്ട്ണർ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ മോശപ്പെട്ട ഒരു ഭാഗമാണ്, അല്ല നല്ലതല്ല. പ്രണയത്തിലൊക്കെ സംഭവിക്കുന്നത് നല്ലത് മാത്രം. ഏറ്റവും ഭംഗിയായി ഒരുങ്ങി കെട്ടി വന്ന് ഇരുന്ന് കൊടുക്കും. ഇതാണ് ഞാൻ. നമ്മളൊന്ന് മിസ്സാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു എപ്പോഴും നമുക്ക് ആ ഒരു ടൈം ഇല്ലാതെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും മോശപ്പെട്ട ഭാഗമാണ് നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ആദ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഐ ഹാവ് ദിസ് പ്രോബ്ലം, ഐ ഹാവ് ദാറ്റ് പ്രോബ്ലം. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു ലൈഫിൽ വേണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണത്. പറഞ്ഞു വന്നത് നേരാണെങ്കിൽ ഇപ്പോൾ പറയുന്ന വേറെ പോർഷനാണെങ്കിൽ അതിനകത്ത് കൺഫ്യൂഷൻ വരണ്ട. സോ അടിമത്ത മനോഭാവം വിട്ടുകൊണ്ട് ഈ സൊസൈറ്റിയെ തിരുത്തണമെന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ആറ്റിറ്റ്യൂഡിനെയാണ്. നിങ്ങൾ ചേഞ്ച് ചെയ്യുക. പറയും, ഒരുപാട് പേര് പറയും, കല്ലെറി ഉണ്ടാവും, പല രീതിയിൽ പറയും, പല തോന്നിവാസവും പറയും. പെൺകുട്ടി തട്ടം മൂരി എറിഞ്ഞ് മുഖം മൂടി വലിച്ചെറിഞ്ഞ് നടന്നു പോകുന്നുണ്ട്. യെസ്, എനിക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എന്നെ അവനാണ് യൂസ് ചെയ്തത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ. അവനെ ഞാൻ നീതിയുടെ മാർഗം തേടി, ആ നിയമത്തിൻ്റെ മാർഗം തേടി, നീതി തേടി ഞാൻ നിയമത്തിൻ്റെ മാർഗത്തിൽ കൂടെ അവന് പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ഐ ഡോണ്ട് വാണ്ട് ടു ഹൈഡ് എനിത്തിങ് ഫ്രം ദ സൊസൈറ്റി. അതവൾ കണ്ണ് കാണാത്തവളത് ഇപ്പം മുഖപടം പഠിച്ചെറിഞ്ഞുകൊണ്ട് അത് കാണിക്കുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. അക്കിൾ ദാസ് സൂപ്പർ സ്റ്റിക്കർ, താങ്ക് യു സോ മച്ച്. സൂപ്പർ സ്റ്റിക്കർ റിസീവഡ്. തട്ടം ഇടുന്നവർ ഇടട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം താത്താം? ഒരാൾ റേപ്പ് ചെയ്യുന്നു, അവർ റേപ്പ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് എൻ്റെ ലേബലല്ല സുഹൈലെ. ഞാൻ എൻ്റെ കൺമുന്നിൽ ഒരാളെ റേപ്പ് ചെയ്യുന്നത് കണ്ടാൽ അവൻ്റെ സുന ഞാൻ തന്നെ പിടിച്ചു വെച്ച് വെട്ടും. ഇനി മേലിൽ ഒരാളെ റേപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. തട്ടമിടുന്നവർ തട്ടമിട്ടോട്ടെ, തുണി ഇടുന്നവർ തുണി ഇട്ടോട്ടെ, തുണി ഇടാത്തവർ ഇടാതെ നടന്നോട്ടെ. പക്ഷെ അതാണ് ഒരു മതത്തിൻ്റെ മുഖം എന്ന് പറയുന്നിടത്താണ് തെറ്റായിട്ടുള്ള ഒരു കാര്യം. പിന്നെ നിങ്ങളുടെ മതം നിങ്ങൾക്ക് ശരിക്കും അറിയാമെങ്കിൽ നിങ്ങൾ ഈ ചോദ്യമോ ഈ ഇത്തരത്തിലുള്ള അലിഗേഷനോ ആർഗ്യുമെൻസോ കൊണ്ട് എൻ്റെ അടുത്ത് വരത്തില്ല. എന്താണെന്നറിയാമോ? നിങ്ങളുടെ മതം നിഷ്കർഷിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഹിജാബ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് ആണിൻ്റെ കണ്ണുകൾക്കാണ്, പെണ്ണിൻ്റെ ശരീരത്തിനല്ല. മറ്റൊരു സ്ത്രീയെ മോശപ്പെട്ട രീതിയിൽ നോക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന മതത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു ഡ്രസ് കോഡ് പറയുന്നത്? നിങ്ങൾക്ക് ഇത്രയും താല്പര്യമാണെങ്കിൽ കെട്ടിക്കേറി അറേബ്യ പോയിടെ എവിടെ കടന്ന് എന്തിനാ തള്ളി കളിക്കണേ? മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി. എനിക്ക് നിങ്ങളോട് അതിഭീകരമായ പുച്ഛവും അറപ്പും വെറുപ്പുമാണ്. വൺ ഓർ അനദർ മീൻസ് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ മതക്കാരായതുകൊണ്ട് മാത്രം, എൻ്റെ കുടുംബക്കാർ അങ്ങനെ ആയതുകൊണ്ട് മാത്രം. അതർവൈസ്
ഈ കുടില ബുദ്ധിയുള്ള താലിബാനികളോട് എനിക്ക് പുച്ഛവും അറപ്പും വെറുപ്പുമാണ്. മറ്റൊരാളുടെ ആഹാരം നിഷേധിക്കുക, മറ്റൊരാളുടെ വാസസ്ഥലം നിഷേധിക്കുക, മറ്റൊരാളുടെ തൊഴിൽ നിഷേധിക്കുക, ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഇസ്ലാമാണോ? താലിബാനികളുടെ ഏറ്റവും നികൃഷ്ടമായ ഒരു ടേം അതാണ്. നിങ്ങൾ നിഷേധിക്കുന്ന ആൾക്കാരാണ്, നിഷേധികളാണ്. നിങ്ങൾ എങ്ങനെ ഇസ്ലാമാകും? ഇസ്ലാം സമാധാനമാണ് പറയുന്നത്. നിങ്ങൾ എന്ത് സമാധാനമാണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾക്കെതിരെ നിങ്ങളുടെ റസൂലിന്റെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അവന്റെ കഴുത്ത് വെട്ടാനും കൈ വെട്ടാനും തല വെട്ടാനും അവന്റെ ജീവനോപാധി നിഷേധിക്കുവാനാണ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഇതേ നിഷേധാത്മകമായ രീതിയിൽ പലരും പലതും പറയുന്നില്ലേ? യുക്തിവാദികളുടെ റൈറ്റ്സ് ആണ്, അതായത് ലോക ജനസംഖ്യയിൽ 16% നിൽക്കുന്ന യുക്തിവാദികളുടെ റൈറ്റ്സ് ആണ് ഇത്തരം മതബോധങ്ങൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത്. ശാസ്ത്രബോധം വളർത്തുക എന്നുള്ളത് ഒരു പൗരന്റെ കടമകളിൽ പെടും, കർത്തവ്യമാണത്. കൃത്യമായി നിർവഹിക്കാൻ പറ്റാത്ത കർത്തവ്യമുള്ള ഒരു പൗരനാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനം. അതറിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരാണോ? അഭിമാനത്തോടു കൂടി നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? മറ്റൊരു സമൂഹത്തെ അപരവൽക്കരിക്കുന്ന നിങ്ങൾ മനുഷ്യരാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ, വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടന കൊണ്ടു നടക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് മറ്റു മനുഷ്യരെ ഇതുപോലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിവേചനം, ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾ മതവാദികളാണോ? നിങ്ങൾ മനുഷ്യർ പോലുമല്ലടേ. നിങ്ങൾ മതവാദികൾ പോയിട്ട് മനുഷ്യർ പോലുമല്ല. നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഒരു കുഞ്ഞ് ജനിക്കുന്നത് അമ്മയിൽ കൂടെ തന്നെയാണ്. നിങ്ങളാരും ടെസ്റ്റ് ട്യൂബ് ബേബീസ് അല്ലല്ലോ. അമ്മയിൽ കൂടെയാണ് കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത്. അമ്മയിൽ കൂടെ തന്നെയാണ് ആദ്യ അക്ഷരങ്ങൾ പഠിക്കുന്നത്. ആദ്യത്തേതെല്ലാം കണ്ടുപഠിക്കുന്നത് അമ്മയിൽ കൂടെ തന്നെയാണ്. ആ അമ്മയ്ക്ക് ബോധമില്ലെങ്കിലോ? ആ അമ്മ ബോധമില്ലാത്ത ഒരവളാണെങ്കിലോ? നിങ്ങളെ വളർത്തുന്ന ഒരു ചെന്നായി ആണെങ്കിലോ? ചെന്നായിയുടെ സ്വഭാവവും സംസ്കാരമല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം നിഷേധിക്കുമ്പോൾ നിങ്ങൾ നിഷേധിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെയാണ്. നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾക്ക് വിവാഹം കഴിക്കാനും ബെഡിലേക്കും കിച്ചണിലേക്കും ഒരു മെഷീനെയാണോ ആവശ്യം? നിങ്ങൾക്ക് ആവശ്യം എന്താണ്? അതിൽ നല്ല മെയ്ഡ് ഇൻ ചൈന സാധനങ്ങൾ കിട്ടും, അത് വാങ്ങിച്ചു വെച്ചങ്ങ് ഉപയോഗിച്ചാൽ പോരെ. നിങ്ങൾക്ക് ഒരു സെർവൻറ്റിനെയാണ് ആവശ്യം. ഒരുത്തർ 2 കല്യാണം കഴിച്ചിട്ട് രണ്ടാമത്തെ ഭാര്യയുടെ പ്രസവം എടുക്കാൻ ആദ്യത്തെ ഭാര്യ വരുന്ന സിനാരിയോ കേരളത്തിലേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഇത്രയും വൾഗറായിട്ടുള്ള ഒരു സമൂഹം. 90കളിൽ വരെ ഇവിടെ ശാന്തി സമാധാനം ഉണ്ടായിരുന്നു. മുജാഹിദും ജമാഅത്ത് ഇസ്ലാമും വന്ന് കുത്തിക്കയറുന്നവരെ വരെ ഇവിടെ മനുഷ്യരായിരുന്നു, ഇസ്ലാമിയരായിരുന്നു, സഹോദര്യം അത്രയും ഭീകരമായിരുന്നു. അതിനുശേഷം വന്നതെല്ലാം തന്നെ ഇതുപോലുള്ള തീവ്രവാദികളാണ്. നിങ്ങളെ തലയിലേക്ക് ഈ തീവ്രവാദം ആരാ അടിച്ചേൽപ്പിച്ചത്? പഴയ കാലത്തെ നടന്മാരുടെയോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെയോ കുടുംബം എടുത്തു വെച്ച് നോക്കുക. ഈ തട്ടം നിർബന്ധമാക്കപ്പെട്ടോ? ആരാണ് പർദ്ദ ഇട്ടുകൊണ്ട് നടന്നത്? ആർക്കാണ് ഈ പർദ്ദ നിർബന്ധം? അറബി കല്യാണത്തിലുണ്ടായ കുറേ വാഴകളാണ് താലിബാനികളായിട്ട് നടക്കുന്നത്. നിങ്ങൾക്ക് പറയുന്നവരെ മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് ആദ്യം അവരെ കൊല്ലണം, പിച്ചണം, മാന്തണം, തിന്നണം. ഇതിനപ്പുറം വേറെ എന്തെങ്കിലും ചിന്താധാരയുണ്ടോ? വീട് അന്വേഷിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു വീട്ടിൽ പോയിരുന്നു വീട് കാണാനായിട്ട്. അവർ പറഞ്ഞതാണ് മുസ്ലിംസിന് വീട് തരില്ല, മുസ്ലിംസിന് വീട് തരത്തില്ല, എനിക്ക് തരത്തില്ല. ഞാൻ മോൻ അപ്പോൾ പോയി അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂട്യൂബും കാര്യങ്ങളും കാണിച്ചപ്പോൾ അവർ റെഡിയായി. വളരെ ചീപ്പാണ്, ഞങ്ങൾ താമസിക്കുന്നതിന് വളരെ തൊട്ടടുത്താണ്. തിരിച്ച് ഞാൻ അവരോട് പറഞ്ഞ എന്താണെന്നറിയാം, നിന്റെ വീട് എനിക്ക് വേണ്ട, നീ തരാമെന്ന് പറഞ്ഞാൽ രണ്ടാമതവർ തയ്യാറായി. യുക്തിവാദിയല്ലേ, കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിനെ ഒപ്പോസ് ചെയ്യുന്നതല്ലേ, എന്നാൽ ഇനി പോരേന്ന്. എത്രയുണ്ട് അങ്ങനെയുള്ള മറ്റ് ദുഷിച്ച മനസ്സുകാരും ഉണ്ട് ഇവിടെ, അതില്ലാന്ന് ഞാൻ പറയും, തർക്കമില്ല. പക്ഷെ അവരെ ആ ദുഷിച്ച മനസ്ഥിതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് ആരാണ്? നിങ്ങളാണ്. ഈ വൃത്തികേട് എഴുതി വെക്കുന്ന ജാതി ബോധമുള്ള നിങ്ങളാണ്. കറുപ്പിനെതിരെ ഒരുത്തി പറഞ്ഞപ്പോൾ അവിടെ ആഞ്ഞടിക്കുന്ന നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. കറുപ്പ് വെളുപ്പ് വ്യത്യാസം ഇല്ലേ? ഇതിന് മുമ്പ് ഒരുത്തി ഇരുന്ന് ചാനലിരുന്ന് പറഞ്ഞല്ലോ, കറുപ്പ് ഭംഗിയല്ല, വെളുപ്പാണ് ഭംഗി, വെളുക്കാനുള്ള ക്രീം പറയുന്നില്ലേ? നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? നിങ്ങൾ വാങ്ങി ഇടുന്നില്ലേ? ഞാൻ ഉൾപ്പെടെ എൻ്റെ മകന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് മുഖത്ത് വെളുക്കാൻ ക്രീം. ആ ഡിസ്ക്രിമിനേഷൻ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉള്ളിടത്തോളം നമ്മൾ എന്തടിസ്ഥാനത്തിൽ ആ സ്ത്രീയെ പറയും? അവർ പറയുന്നതിൽ കാര്യമുണ്ട്, ഉണ്ട്. ആ ബോധത്തിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, ആ സ്ത്രീയെയല്ല. അവരെല്ലാം ആക്രമിക്കേണ്ട ആ ബോധത്തിനെയാണ്. ആ ബോധം മാറാൻ നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ വർണ്ണവിവേചനം അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസെടുക്കാം. അതും അറിഞ്ഞുകൂടാത്ത നിയമ അജ്ഞരാണ് നിയമജ്ഞന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്നത്. നിയമത്തിൻ്റെ അജ്ഞത മാത്രം അറിയുന്ന പോലീസുകാരാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഇത് സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു കേസാണ്. വർണ്ണവെറിയാ പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയിൽ. അത് ആർട്ടിക്കിൾ ഇത്രാം പ്രകാരം ഇത് തെറ്റായ ഒരു സംഗതിയാണ്, ആ സ്റ്റേറ്റ്മെന്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരെ മാത്രമല്ല, ജാസ്മിനെയും അറസ്റ്റ് ചെയ്യാം. കറുപ്പ് വെളുപ്പ് വിവേചനം പറയുന്നു. നിറത്തിന്റെ അടിസ്ഥാനത്തിലോ മതത്തിന്റെ അടിസ്ഥാനത്തിലോ ലിംഗാടിസ്ഥാനത്തിലോ ഒരു രീതിയിലുള്ള വിവേചനവും പാടില്ല എന്ന ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന വിഷയത്തിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നീ ഈ സ്ത്രീ എന്നല്ല ആര് പറഞ്ഞാലും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
വെളുത്തിരിക്കുന്നതെല്ലാം ഭയങ്കര ഭംഗിയുള്ളതെന്ന് നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞു? ഒന്നും പറയാനില്ല. ഓക്കെ, അഖിൽ ദാസ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരി, ഞാനേ രാത്രി വരാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും നേരെ പോയി കാണുക. സ്ത്രീകൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനുണ്ട്. റേപ്പ് എന്ന് പറയുന്നത് ഡെഡ് ലൈൻ അല്ല, ഡെഡ് പോയിന്റ് അല്ല. ആൻഡ് ഡോണ്ട് ഫൈറ്റ് ബാക്ക്. സിറ്റുവേഷൻ കറക്റ്റ് അല്ല എങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സൈലൻ്റ് ആയിട്ട് അതങ്ങോട്ട് സഹിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് ടൈം അത് ഹാപ്പൻ ആകാതിരിക്കാനുള്ള ടെക്നിക്ക് പഠിക്കുക. എന്ത് കുന്താണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന സുന 1.5 കോലി അല്ലെങ്കിൽ അരക്കോലി പിടിച്ചുടച്ചങ്ങ് വിട്ടുകൊടുക്കാനുള്ള കപ്പാസിറ്റി, മനസ്സ്, ധൈര്യം നമുക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ റേപ്പിനെ നമുക്ക് അതിജീവിക്കാം. ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നത്തിങ് സെയിം. പക്ഷേ ഒരേ ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ കൈക്ക് കുറച്ച് ഫ്രീഡം കിട്ടുകയാണെങ്കിൽ ഈ പറയുന്ന സാധനം മാങ്ങ പറിച്ചെടുക്കുന്ന പ്രതീതിയോടെ വലിച്ചു പറിച്ചിഞ്ഞെടുത്തേക്കാം. ഒരു രീതിയിലുള്ള ഒരു ദയവും അതിനകത്ത് വെക്കേണ്ടതില്ല. എടുത്ത് വലിച്ച് കീറി അങ്ങ് എടുത്തേക്കുക. അതിനകത്ത് പിടിക്കുമ്പോൾ തീരുന്ന കഴപ്പേ ഇവന്മാർക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവ് പെണ്ണിനുണ്ടാകണം. സോ കാണാൻ പറ്റുന്നവർ വീണ്ടും ആ സിനിമയൊന്ന് പോയി കാണുക. ഞാൻ പറഞ്ഞതുണ്ടാവും. ഞാൻ ഇടയ്ക്കുള്ള ലാഗ് ഒഴിവാക്കാൻ സ്പീഡാക്കി വിടുക. അത് കോടതി ഇഷ്യൂസാണ്. ബട്ട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സൂപ്പർ സൂപ്പർ സൂപ്പർ. ജിത്തുവിനെ സൂപ്പർ 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 ക്ലാപ്പ്. താങ്ക് യു സോ മച്ച്. ബൈ.